കേരള സർവീസ് നാലാമത്തെ ഭേദഗതി ചട്ടങ്ങൾ 2020 പ്രകാരമുള്ള പെൻഷൻ കണക്കുകൂട്ടൽ പ്രക്രിയ താഴെ നൽകുന്നു. 1. അർഹമായ സേവനകാലം ക്വാളിഫയിങ് സർവീസ്. പെൻഷൻ ലഭിക്കാൻ കുറഞ്ഞത് 10 വർഷം സേവനം ആവശ്യമാണ്. പരമാവധി 30 വർഷം വരെ സേവനം പെൻഷൻ കണക്കാക്കും. 3 മാസം മുതൽ 9 മാസത്തിന് താഴെയുള്ള സേവനം അർദ്ധവർഷം ഹാഫ് ഇയർ ആയി കണക്കാക്കും. 9 മാസവും അതിലധികവുമുള്ള സേവനം ഒരു മുഴുവൻ വർഷം ഫുൾ ഇയർ ആയി കണക്കാക്കും. കുറഞ്ഞ സേവനകാലം 10 വർഷം നേടാൻ 9 വർഷം പ്ലസ് 1 ദിവസം സേവനം മതി. ഇത് 10 വർഷമായി ഗണിക്കും. 1 മാസം സമം കലണ്ടർ മാസം, 1 വർഷം സമം കലണ്ടർ വർഷമായി കണക്കാക്കും. ലീവ് വർഷങ്ങളിൽ വരുന്ന അധിക ദിവസങ്ങൾ സേവനകാലത്ത് ചേർക്കും. 2. സേവന ഗ്രാറ്റുവിറ്റി സർവീസ് ഗ്രാറ്റുവിറ്റി. 10 വർഷം താഴെ സേവനമുള്ളവർക്ക് പെൻഷൻ ലഭിക്കില്ല. പകരം സേവന ഗ്രാറ്റുവിറ്റി ലഭിക്കും. സേവനകാലം അനുസരിച്ച് 1 മുതൽ 9 മാസം വരെയുള്ള ശമ്പളം ഗ്രാറ്റുവിറ്റിയായി നൽകും. ഉദാഹരണം, 5 വർഷം സേവനം ചെയ്തവർക്ക് 5 മാസത്തെ ശമ്പളം ഗ്രാറ്റുവിറ്റിയായി ലഭിക്കും. 3. പെൻഷൻ കണക്കുകൂട്ടൽ പെൻഷൻ കാൽക്കുലേഷൻ. പെൻഷൻ കഴിഞ്ഞ 10 മാസത്തെ ശരാശരി ശമ്പളത്തിന്റെ 50% വരെ ലഭിക്കും. സർക്കാർ നിശ്ചയിച്ച പരമാവധി പരിധിക്ക് വിധേയമായി ഇത് കണക്കാക്കും. പെൻഷൻ കണക്കാക്കുന്ന സൂത്രവാക്യം: പെൻഷൻ സമം ശരാശരി ശമ്പളം ഗുണം അർഹമായ സേവനകാലം 2 ഗുണം 30. 30 വർഷത്തിന് താഴെ സേവനമുള്ളവർക്ക് പ്രൊപ്പോഷണൽ പെൻഷൻ ലഭിക്കും. നിബന്ധനകൾ: പെൻഷൻ ലഭിക്കുന്നതിന് സേവന വിവരങ്ങൾ തസ്തികാനുസൃതമായി പരിശോധിച്ച് പ്രധാന ഉദ്യോഗസ്ഥൻ, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ പെൻഷൻ അനുവദിക്കുന്ന അധികാരികൾ, പെൻഷൻ സാങ്ഷനിംഗ് അതോറിറ്റി അംഗീകരിക്കണം. ലീപ് വർഷം, റൗണ്ടിംഗ് ഓഫ് റൗണ്ടിംഗ് റൂൾസ് തുടങ്ങിയവയുടെ വിശദമായ ഉദാഹരണങ്ങൾ അപ്പൻഡിക്സിൽ നൽകപ്പെട്ടിട്ടുണ്ട്. ഈ ചട്ടങ്ങൾ അനുസരിച്ച് പെൻഷൻ കണക്കുകൂട്ടുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സർവീസ് രേഖകൾ സർവീസ് റെക്കോർഡ്സ് അടിസ്ഥാനമാക്കി നടത്തണം.